ഇപ്പോൾ എ റഹീം എം.പി. കൂടി ചേരുകയാണ്. ശ്രീ റഹീം, താങ്കൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണം ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെ പോലെ തന്നെ നടത്തിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ മെറ്റ വളരെ കൃത്യമായി വിശദമാക്കിയിരിക്കുന്നു. കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാർഡുകൾ, വാർത്തകളൊക്കെ തന്നെ കൈരളിയുടെ അടക്കം ഏതാണ്ട് 20ഓളം വാർത്തകൾ, മറ്റ് 1-2 ചാനലുകളുടെ വാർത്തകളടക്കം നീക്കം ചെയ്തിരിക്കുന്നത് ഔദ്യോഗികമായി ലഭിച്ച പരാതികൾ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതൊക്കെ നേരത്തെ നിഷേധിച്ചിരുന്നത് നമ്മൾ ഓർക്കുകയാണ്. ശ്രീ റഹീം, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയും അദ്ദേഹം കളവ് പറയുന്നയാളാണെന്നും തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഇത് എന്തിനു നീക്കം ചെയ്തു എന്നൊരു ചോദ്യം നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റുകളും ഈ നീക്കം ചെയ്ത കണ്ടന്റിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല. എന്നിട്ടും അകാരണമായി, തീർത്തും അകാരണമായത് നീക്കം ചെയ്യുന്നു. അപ്പൊ അത് ജനാധിപത്യ വിരുദ്ധതയാണ്. ജനാധിപത്യ വിരുദ്ധത തനിക്കെതിരായ വിമർശനങ്ങളെ ഇല്ലാതാക്കാനുള്ളത്. ഇനി അതിന് പുറമെ അപ്പോൾ അത്തരത്തിലുള്ള അസഹിഷ്ണുതയുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് കണ്ടുകൊള്ളണം. ഇനി അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് വിമർശനമായി ഉയർന്നുവെന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ സമീപിക്കുകയാണ്. അദ്ദേഹം എന്താ വിശദീകരിച്ചത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന നിലയിലായിരുന്നില്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി എങ്ങനെ വിശ്വസിക്കും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുക? ഒരിക്കൽ കൂടി അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിനെതിരായ വലിയ വിമർശനം ഞങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസവും വിമർശനവും അദ്ദേഹം നുണ പറയുന്നു തുടർച്ചയായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോഴും അദ്ദേഹം തന്റെ നുണ ആവർത്തിക്കുകയാണ്, കള്ളം പറയുകയാണ് ചെയ്തത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയും കള്ളവും ഒരിക്കൽ കൂടി വ്യക്തമായി ഇരിക്കുന്നു. രണ്ടും ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ട കാര്യമാണിത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യത്യസ്തമായ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ എന്താണ് ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത്? മെറ്റീരിയലിസ്റ്റ് ഒക്കെ വിടൂ, പക്ഷെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇതിൽ നീക്കം ചെയ്തൊരു കോൺഗ്രന്റ് വിഴിഞ്ഞത്ത് സ്വന്തം പിതാവിനെ കടലിൽ കാണാതായ ഒരു കുട്ടി, ഒരു മകൾ, അവൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഒരു രോഷപ്രകടനം മാധ്യമങ്ങളോട്, ആ വൈകാരികമായ കോണ്ടന്റ് നീക്കം ചെയ്യുകയാണ് ഒരു മാധ്യമത്തിൽ നിന്ന്. സഖാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിച്ചത് ഈ കൂട്ടത്തിൽ കൈരളിയുടെ കോണ്ടന്റ് നീക്കം ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അതോടൊപ്പം ശ്രീ വി.ഡി. സതീശന് വിമർശനം കേൾക്കാൻ, താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്രമാത്രം, എന്നാൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവരോടൊപ്പം അദ്ദേഹം ചങ്ങാത്തം കൊടുക്കുകയും ചെയ്യും. എത്ര അപരിഷ്കൃതമായ വ്യക്തിത്വമാണ് അത്. അത് ശരിയാണോ? അത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് അത് ഉചിതമാണോ എന്ന് കേരളീയ സമൂഹം ചിന്തിക്കണം. പിന്നെ വളരെ പ്രസക്തമായൊരു ചോദ്യം, അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ഉത്തരം പറയേണ്ടതാണ്. എങ്ങനെയാണ് ഇതിൽ സ്വാധീനം ചെലുത്താനാവുക? കേരളത്തിലെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കൊണ്ടല്ല ഇതിങ്ങനെ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഏജൻസികൾ ആവശ്യപ്പെട്ടത് കൊണ്ട് പെട്ടെന്ന് കോണ്ടന്റുകൾ നീക്കം ചെയ്യില്ല. FIR ഉള്ള കേസുകളിൽ പോലും കോണ്ടന്റുകൾ നീക്കം ചെയ്ത് കിട്ടുന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇത് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ലംഘിക്കാത്ത, FIR ഒന്നുമില്ലാത്ത, തനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം നീക്കം ചെയ്യണമെന്ന് ശ്രീ വി.ഡി. സതീശൻ ആവശ്യപ്പെട്ട കണ്ടന്റുകൾ ഉടനെ നീക്കം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ നിർദ്ദേശമില്ലാതെ അത് ചെയ്യില്ല. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യമില്ലാതെ അത് ചെയ്യില്ല. അതാണ് അതിന്റെ കാര്യം. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം ഇതിൽ വന്നിരിക്കുന്നു. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഭരണ നേതൃത്വവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള, BJP നേതൃത്വവും തമ്മിലുള്ള ഒരു ബന്ധമാണ് വ്യക്തമാക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല എന്നുള്ളതാണ് ഏതൊരാൾക്കും അരിയാഹാരം ധരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ഇതെല്ലാമാണ് ഒന്നുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കും. അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത എക്സ്പോസ് ചെയ്യപ്പെട്ടു. തീർച്ചയായും അദ്ദേഹത്തിന്റെ കള്ളം പറയുന്ന സ്വഭാവവും വീണ്ടും ഒരിക്കൽ കൂടി, ആ ക്യാരക്ടർ, കള്ളം പറയുന്ന ക്യാരക്ടർ ഒരിക്കൽ കൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നന്ദി. എ റഹീം എം.പി. പ്രതികരിച്ചു.